നോക്കിയായിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതൊക്കെ ജസ്റ്റ് നോക്കിയായിരുന്നോ നിങ്ങൾ? എല്ലാവരും റെസ്പോൺസ് ഇല്ലാത്ത നോക്കിയില്ല? ഓക്കെ, ഇന്ന് അതിന്റെ കണ്ടിന്യൂഷൻ ആണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മോണിറ്റർ ഗ്രാഫിക് ഡിസ്പ്ലേ ഡിവൈസസിനെ പറ്റിയാ പറഞ്ഞല്ലേ, വീഡിയോ മോണിറ്റർ CRT. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ കളർ CRT ആണ് ഇന്ന് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, PPT കാണുന്നുണ്ടല്ലോ. ഒന്ന് റിവൈസ് ചെയ്യാം. ഞാനിപ്പോ എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് കാഥോഡ് റേ ട്യൂബ്സ് ആയിരുന്നു. ഇപ്പൊ കാഥോഡ് റേ ട്യൂബ് CRT ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ ഇതില് CRTയിൽ തന്നെ കളർ CRT പഠിക്കുന്നുണ്ട്. അതുപോലെ കാഥോഡ് റേ ട്യൂബ്സിൽ തന്നെ റാസ്റ്റർ സ്കാൻ, റാൻഡം സ്കാൻ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത് നോക്കിയിട്ട് തന്നെ പോവാ കേട്ടോ എക്സാമിന്. ഫസ്റ്റ് മോഡ്യൂൾ വെരി വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. അപ്പൊ കാഥോഡ് റേ ട്യൂബ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് എന്താ പറഞ്ഞേ, അതിന്റെ പവർ സപ്ലൈ എന്താ ചെയ്യുന്നത്, electron using the electron gun, electrons are emitted and the focusing system find the path of electrons where the electron beam is electrons are spotted in the phosphor-coated screen. അപ്പോൾ phosphor-coated screenൽ എവിടെ ഇലക്ട്രോൺ ബീം വരണം എന്നുള്ളതിന്റെ പാത്ത് ഗൈഡ് ചെയ്ത് കൊടുക്കുന്ന ആരാണ്? ഫോക്കസിംഗ് സിസ്റ്റം ആണ്. ത്രൂ ദ ടു ഡിഫറെന്റ് പ്ലേറ്റ്സ്, വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്. വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് വഴി എവിടെയാണ് ഇലക്ട്രോൺ വന്ന് സ്പോട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഇൻഡിക്കേഷൻ കൊടുക്കുന്നത് ഫോക്കസിംഗ് സിസ്റ്റം ആണ്. അപ്പൊ ഇതാണ് മെയിൻ കൺസെപ്റ്റ് കാഥോഡ് റേ ട്യൂബിന്റെ. പിന്നെ നമ്മൾ പറഞ്ഞത് ജസ്റ്റ് എന്താണ്, 2 ടൈപ്സ് ഓഫ് ഇമേജ് ഫോർമേഷൻ. പ്രൊഡ്യൂസിങ് ഇമേജസ് ഓൺ CRT സ്ക്രീൻ. CRT സ്ക്രീനിൽ ഇമേജ് ഫോം ചെയ്യുന്നത് 2 ടെക്നിക്സ് ആണ്, റാൻഡം സ്കാൻ ഡിസ്പ്ലേ ആൻഡ് റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ. ഓക്കെ, ഇനി നമ്മൾ റാൻഡം സ്കാൻ സിസ്റ്റംസ് പഠിക്കും. അത് കൺഫ്യൂഷൻ ആവരുത്, ഇത് ശരിക്കും ഡിസ്പ്ലേ ആണ്. നമ്മൾ CRT സ്ക്രീനിൽ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ടെക്നിക്സ് ആണ് ഈ പറയുന്ന ഈ 2 എണ്ണം. റാൻഡം സ്കാൻ ഡിസ്പ്ലേ അല്ലെങ്കിൽ വെക്ടർ സ്കാൻ, റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ റാൻഡം സ്കാൻ ഡിസ്പ്ലേയിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതില് ഇത് ഓർത്താൽ മതി, എങ്ങനെയാണ് അതിൽ നമ്മൾ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പൊ റാൻഡം സ്കാൻ ഡിസ്പ്ലേ സിസ്റ്റം ഡ്രോസ് എ സെറ്റ് ഓഫ് ലൈൻസ് ഇൻ എനി ഓർഡർ. അങ്ങനെ ഓർത്താൽ മതി, എനി ഓർഡറിൽ സെറ്റ് ഓഫ് ലൈൻസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യും. അപ്പൊ ഇത് ഫസ്റ്റ് ഇലക്ട്രോൺ ഗൺ വഴി എന്താണ്, ഫസ്റ്റ് പോയിന്റ് പിക്സൽ എവിടെയാണോ പ്ലോട്ട് ചെയ്യേണ്ടത് ആ ഒരു കറസ്പോണ്ടിങ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഈസ് മസ്റ്റ് ഇൻ ദ കേസ് ഓഫ് റാൻഡം സ്കാൻ ഡിസ്പ്ലേ. അത് ഓർത്ത് വെച്ചേക്കുക. അതിലെങ്ങനെയാണ്, എവിടെയാണോ പിക്സൽ ഫോം ചെയ്യേണ്ടത് അവിടെ നമ്മൾ ഇലക്ട്രോൺ ഗൺ വഴി ഇലക്ട്രോൺ ബീംസ് എമിറ്റ് ചെയ്യുന്നു. ദെൻ പിക്സൽ ഫോം ചെയ്യേണ്ടതിന്റെ ആ ഒരു പർട്ടിക്കുലർ പ്ലേസ് അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്, എങ്ങോട്ടാണ്, ഏത് ഡയറക്ഷനിലോട്ടാണ് നെക്സ്റ്റ് ലൊക്കേഷൻ പോവേണ്ടത് അതനുസരിച്ച് പിക്സൽ ഡ്രോ ചെയ്യുന്നു. ഇപ്പൊ ഫസ്റ്റ് പിക്സൽ ഫോം ചെയ്തു, അത് കഴിഞ്ഞ് തിരിച്ച് എന്താണ് റിട്ടേൺ ബാക്ക് ടു ദ ഇനിഷ്യൽ പൊസിഷനിൽ വരും. എന്നിട്ട് നെക്സ്റ്റ് പൊസിഷനിലോട്ട് എന്ത് ചെയ്യണം, പിക്സൽ ഡ്രോ ചെയ്യണം. അങ്ങനെയാണ് സെറ്റ് ഓഫ് ലൈൻസ് ഇൻ എനി ഓർഡറിലാണ് റാൻഡം സ്കാൻ ഡിസ്പ്ലേയിൽ ഇമേജ് ഫോം ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് കേസ്. സെക്കൻഡ് നമ്മൾ പറഞ്ഞത് റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേയിൽ എന്താണ്, ബേസ്ഡ് ഓൺ ദ ഇന്റൻസിറ്റി. ഓക്കെ, based on intensity value when the intensity value is high, image is formed there. Okay, image is produced when the intensity value is on, അല്ലെങ്കിൽ image intensity 1 ആവുമ്പോഴത്തേക്കും ഇമേജ് ഫോം ചെയ്യും, 0 ആവുമ്പോഴത്തേക്കും ഇമേജ് ഫോർമേഷൻ ഇല്ല. ആ ഒരു കൺസെപ്റ്റ് ആണ് ഇതിൽ റാസ്റ്റർ സ്കാൻ CRTയിൽ വരുന്നത്.
അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ ഉണ്ട്. റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ സിസ്റ്റം ഡ്രോസ് എ ഡിസ്ക്രീറ്റ് സെറ്റ് ഓഫ് പോയിന്റ്സ്. കണ്ടിന്യൂസ് സെറ്റ് ഓഫ് പോയിന്റ്സ് ആയിട്ടായിരിക്കും ഇത് പോകുന്നത്. മറ്റതിൽ എനി ഓർഡറിലാണ്, ഇവിടെ കണ്ടിന്യൂസ് സെറ്റ് ഓഫ് പോയിന്റ്സ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്കാൻ ലൈൻ എന്താണ്, റോസ് ആയിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈച്ച് ലൈനിനെ റോ ആയിട്ടാണ്, ഈച്ച് സ്കാൻ ലൈൻസ് ആയിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഫസ്റ്റ് റോ എടുക്കും, ഫസ്റ്റ് റോയിൽ ഏത് ലൊക്കേഷനിലാണ് പിക്സൽ ഫോം ചെയ്യേണ്ടതെന്ന് നോക്കും. ദെൻ അടുത്ത റോ എടുക്കും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണം, പിക്സൽസ് ഫോം ചെയ്താണ് ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്. ഏതില്? റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ സിസ്റ്റത്തിൽ. ഓക്കെ, അപ്പൊ ആ രണ്ട് ടെക്നിക്സ് ഓർത്തു വെച്ചേക്കാം. അതിൽ തന്നെ രണ്ട് കൺസെപ്റ്റ്സ് വരുന്നതെന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ റീട്രേസും വെർട്ടിക്കൽ റീട്രേസും വരുന്നുണ്ട്. പിന്നെ റിഫ്രഷിംഗ് ഓഫ് സ്ക്രീൻ. ദർ ഇസ് എ റിഫ്രഷ് ബഫർ. റിഫ്രഷ് ബഫർ സ്റ്റോർസ് ദ റിഫ്രഷ് ബഫർ ഓർ ഫ്രെയിം ബഫർ വിച്ച് സ്കാൻസ് ഓർ സ്റ്റോർസ് ദ ഇന്റൻസിറ്റി വാല്യൂസ്. ഇന്റൻസിറ്റി വാല്യൂസ് സ്റ്റോർ ചെയ്യുന്ന റീജിയൻ ഉണ്ട്. അതൊക്കെ ഓർത്ത് വെച്ചേക്കാം. ഇനി the difference between raster scan displays and random scan displays. ഇപ്പൊ നമ്മൾ പറഞ്ഞ രണ്ട് ടെക്നിക്സിന്റെ ഡിഫറൻസ് ആണ്. മെയിൻ ആയിട്ട് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, തിരിഞ്ഞു പോകരുത്. റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേസിലെ പിക്ചർ ഡെഫിനിഷൻ സ്റ്റോർഡ് ആസ് എ സെറ്റ് ഓഫ് ഇന്റൻസിറ്റി വാല്യൂസ്. ഇപ്പൊ പറഞ്ഞ കാര്യമാണ്. ഇന്റൻസിറ്റി വാല്യൂസിന്റെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്, ഇന്റൻസിറ്റി വാല്യൂസ് ആണ് റിഫ്രഷ് ബഫറിൽ സ്റ്റോർ ചെയ്യുന്നത്, ഫ്രെയിം ബഫറിൽ സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ റാൻഡം ഡിസ്പ്ലേസിൽ എങ്ങനെയാണ്? പിക്ചർ ഡെഫിനിഷൻ സ്റ്റോർഡ് ഇൻ ആസ് ലൈൻ കമാൻഡ്സ് ആയിട്ടാണ് പിക്ചർ ഡെഫിനിഷൻ സ്റ്റോർ ചെയ്യുന്നത്. ദെൻ റിഫ്രഷിംഗ് റേറ്റ് 60 to 80 frames per second. 60 to 80 frames ആണ്. Here random display, in random display refreshing rate is 30 to 60 frames per second. And in raster display, beams directed as continuous scan line. ഞാൻ പറഞ്ഞു, റോ വൈസ് കൺസിഡർ ചെയ്യും. അതിനാണ് സ്കാൻ ലൈൻ എന്ന് പറയുന്നത്. ഇനി റാൻഡം ഡിസ്പ്ലേയിൽ എന്തൊക്കെ പറയാം? ബീം ഡയറക്റ്റഡ് ഓൺലി ടു പാർട്സ് ഓഫ് ഇമേജ് ടു ബി ഡ്രോൺ. അപ്പൊ ഏത് പാർട്ടാണോ, എവിടെയാണോ ഇമേജ്, ഓൺലി സർട്ടൺ പാർട്ട് ഓഫ് ദി CRT സർട്ടൺ പോർഷനിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ബീം ഡയറക്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പൊ എല്ലാ പൊസിഷനിലും ബീം ഡയറക്റ്റ് ചെയ്തില്ല. അപ്പൊ സോ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഇസ് ഇമ്പോർട്ടന്റ് ഇൻ ദിസ് random display. Then here raster display, it is lower resolution, and in random display higher resolution. Then in raster display draw jagged lines, and random display draw smooth lines. Example, printers in raster display and plotters in random display. അപ്പോൾ പ്ലോട്ടേഴ്സ് വരുന്നത് റാൻഡം ഡിസ്പ്ലേയിൽ. അപ്പം നമ്മുടെ LCD മോണിറ്റേഴ്സിലെല്ലാം യൂസ് ചെയ്യുന്നത് റാസ്റ്റർ ഡിസ്പ്ലേ ആണ്. ഓക്കെ, ശ്രദ്ധിച്ചോളുക. These are the main differences between raster display and random display. അപ്പൊ ഈ റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേയും റാൻഡം സ്കാൻ ഡിസ്പ്ലേയും എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകിൽ അതിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ആ ആർക്കിടെക്ചർ ബേസിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഡിഫറൻസ് ചോദിക്കാം. ഓക്കെ, അതൊരിക്കലും വിടരുത്. ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് വിടാതെ പഠിക്കേണ്ട ടോപ്പിക്കാണ്. ഓക്കെ, then here is another difference between random scan and raster scan. ഇത് ശരിക്കും മറ്റേ ഡിഫറൻസ് തന്നെയാണ്. പോയിന്റ് ബേസ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. കാരണം ബേസ്ഡ് ഓൺ ഇലക്ട്രോൺ ബീമിന്റെ കൺസെപ്റ്റ് എടുക്കുവാണെങ്കിൽ എങ്ങനെയാ പോകുന്നത്? ഇലക്ട്രോൺ ബീം ഈസ് സ്വെപ്റ്റ് അക്രോസ് ദി സ്ക്രീൻ 1 row at a time from top to bottom. ഇപ്പൊ ടോപ്പ് ടു ബോട്ടത്തിൽ നിന്ന് 1 row at a time പോകുന്ന ഏതാണ്? റോ വൈസ് റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ. റാസ്റ്റർ സ്കാൻ സിസ്റ്റം ഞാൻ ഇനി പറയും, അതിന്റെ പ്രൊസീജിയർ പറയും. കൺസെപ്റ്റ് തന്നെയാണ്. അപ്പൊ അതിന്റെ ഡിഫറൻസ് ഒന്ന് ജസ്റ്റ് നോക്കി വെക്കാം. റാൻഡം സ്കാൻ സിസ്റ്റം, this electron beam is directed only to the parts of screen where a picture is to be drawn. Okay, then അതുപോലെ resolution എങ്ങനെയാണ്? poor resolution in the case of raster scan system, because raster scan system in contact produces zigzag lines that are plotted as discrete point sets. Random scan system, its resolution is good because this system produces smooth lines drawings because CRT beam directly follows the line path. Then picture definition നോക്കുവാണെങ്കിൽ raster scan system picture definition is stored as a set of intensity values for all screen points called pixels in a refresh buffer area. And random scan system picture definition is stored as a set of line drawing instructions in a display file. Realistic display, the capacity of this system is to store intensity values for pixel, makes it well suited for the realistic display of scenes contain shadow and color pattern. In random scan system, these systems are designed for line drawing. നേരത്തെ പറഞ്ഞതാണ്, ലൈൻ ഡ്രോയിങ്ങിനാണ് യൂസ് ചെയ്യുന്നത് റാൻഡം സ്കാൻ. ആൻഡ് can't display realistic shaded scenes. Then draw an image.
In raster scan system, screen points or pixels are used to draw an image. So in random scan system, mathematical functions are used to draw an image. Okay, അത് രണ്ട് ഡിഫറൻസ് ആണ്. സ്ക്രീൻ പോയിന്റ്സ് അല്ലെങ്കിൽ പിക്സൽസ് ആണ് റാസ്റ്റർ സ്കാനിൽ യൂസ് ചെയ്യുന്നത്. റാൻഡം സ്കാനിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത് ടു ഡ്രോ ആൻ ഇമേജ്. These are the main difference between raster scan and random scan systems. Okay, systems concepts എല്ലാം സെയിം ആണ്, കുറച്ച് ഡിഫറൻസ് പറയുന്നുണ്ട്, അത് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് കളർ CRT മോണിറ്റേഴ്സ്. കളർ CRT മോണിറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ എ CRT monitors display color pictures by using a combination of phosphors that emit different colored light. അപ്പോൾ നമ്മൾ പറഞ്ഞു കോമ്പിനേഷൻ ഓഫ് ഫോസ്ഫർ കോട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞു, അതുപോലെ പിക്ചേഴ്സ് ഫോം ചെയ്യും എന്നും പറഞ്ഞു നോർമൽ CRT. അപ്പൊ ഈ കേസിൽ എങ്ങനെയാണ് ഡിസ്പ്ലേ കളർ പിക്ചേഴ്സ്. ഇപ്പൊ ടിവിയിലൊക്കെ കാണുന്ന പോലെ കളേർഡ് പിക്ചേഴ്സ് കാണുന്നതിനാണ് കളർ CRT മോണിറ്റർ യൂസ് ചെയ്യുന്നത്. Here we use combination of phosphors that emit different colored light. But different colored light, phosphors emit colored light. So different colored light use here we use combination of phosphors. Okay, it produces range of colors by combining the light emitted by different phosphors. Produces range of colors. Range of colors produce ചെയ്യും എങ്ങനെയാണ് by combining the light emitted by different phosphors. Different phosphors in light emit ചെയ്യുന്നത് combination of the light emitted by different phosphors. There are two basic techniques for color display: beam penetration and shadow mask technique. Beam penetration and shadow mask technique. ഇപ്പൊ രണ്ട് മെയിൻ ടെക്നിക്കാണ് കളർ CRT മോണിറ്റേഴ്സിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടെക്നിക്ക് എന്താണ്? ബീം പെനട്രേഷൻ ടെക്നിക്. Beam penetration technique. This technique is used with random scan monitors. First point, it is used in random scan systems. For random scan monitors use ചെയ്യുന്നതാണ് ഏത്? ഫസ്റ്റ്, അതായത് beam penetration. ഇപ്പോൾ പ്ലോട്ടേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് beam penetration technique. In this technique, inside of CRT coated with two phosphor layers, usually red and green. This is the most important point. Two phosphor coated layers ആണുള്ളത്, which consisting light ഏതൊക്കെയാണ്? റെഡ് ലൈറ്റ് ആൻഡ് ഗ്രീൻ ലൈറ്റ്. റെഡ് ആൻഡ് ഗ്രീൻ ലൈറ്റ് വെച്ചിട്ടുള്ള ടു ഫോസ്ഫർ ലെയേഴ്സ് ആണുള്ളത്. ദ ഔട്ടർ ലെയർ ഓഫ് റെഡ് ആൻഡ് ഇന്നർ ലെയർ ഓഫ് ഗ്രീൻ. അപ്പൊ ഔട്ടർ ലെയർ ഏതാണ്? റെഡ് ലെയർ ആൻഡ് ഇന്നർ ലെയർ ഏതാണ്? ഗ്രീൻ ലെയർ. ഓക്കെ, ഗ്രീൻ ഫോസ്ഫർ. ദ കളർ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ഫാർ ദ ഇലക്ട്രോൺ ബീം പെനട്രേറ്റ്സ് ഇൻ ടു ദ ഫോസ്ഫർ ലെയർ. അപ്പൊ കളർ ഡിപ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? എത്ര ദൂരം ഇലക്ട്രോൺ ബീം പെനട്രേറ്റ് ചെയ്യും എന്നതിന്റെ ബേസിസിലാണ് കളർ. ഓക്കെ, റെഡ് ആൻഡ് ഗ്രീൻ. എ ബീം ഓഫ് ഫാസ്റ്റ് ഇലക്ട്രോൺ. ഫാസ്റ്റ് ഇലക്ട്രോൺ ഉണ്ട്, സ്ലോ ഇലക്ട്രോൺ ഉണ്ട്, ഇന്റർമീഡിയറ്റ് ഇലക്ട്രോൺ ബീം ഉണ്ട്. മൂന്ന് കേസസ് ആണ്. എ ബീം ഓഫ് ഫാസ്റ്റ് ഇലക്ട്രോൺ പെനട്രേറ്റ് സ്മോൾ ആൻഡ് എക്സൈറ്റ്സ് ഇന്നർ ഗ്രീൻ ലെയർ, വൈൽ സ്ലോ ഇലക്ട്രോൺ എക്സൈറ്റ്സ് ഔട്ടർ ലെയർ റെഡ് ലെയർ. അപ്പോൾ ഇന്നർ ലെയർ ആണ് ഗ്രീൻ ലെയർ. അപ്പൊ ഇന്നർ ഗ്രീൻ ലെയറിനെ എന്താണ് എക്സൈറ്റ് ചെയ്യുന്നതാണ് ഫാസ്റ്റ് ഇലക്ട്രോൺ. അപ്പൊ ഫാസ്റ്റ് ഇലക്ട്രോൺ ആകുമ്പോൾ പെനട്രേഷൻ കൂടുതലായിരിക്കും. അപ്പൊ പെനട്രേറ്റ് ചെയ്ത് ഇന്നർ ഗ്രീൻ ലെയറിനെ എക്സൈറ്റ് ചെയ്യും, അതുപോലെ ഗ്രീൻ ലൈറ്റ് ഫോം ചെയ്യും. അതുപോലെ സ്ലോ ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്യുമ്പോൾ ഔട്ടർ റെഡ് ലെയറിനെ ആയിരിക്കും അത് എഫക്ട് ചെയ്യുന്നത്. അപ്പൊ റെഡ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ഇൻ ദ കേസ് ഓഫ് ഇന്റർമീഡിയറ്റ് ബീം സ്പീഡ് വി ക്യാൻ പ്രൊഡ്യൂസ് കോമ്പിനേഷൻ ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ ലൈറ്റ്. ഇപ്പൊ റെഡ് ഗ്രീൻ ലൈറ്റിന്റെ കോമ്പിനേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും വിച്ച് എമിറ്റ് അഡീഷണൽ ടു കളേഴ്സ് ഓറഞ്ച് ആൻഡ് യെല്ലോ. ഇപ്പോൾ റെഡ് ഗ്രീൻ ലൈറ്റിന്റെ കോമ്പിനേഷൻ വരുമ്പോൾ അഡീഷണൽ ടു കളേഴ്സ് എത്രയാണ്? ഓറഞ്ച് ആൻഡ് യെല്ലോ കളർ ഫോം ചെയ്യും. അപ്പോൾ ദ ബീം ആക്സിലറേഷൻ വോൾട്ടേജ് കൺട്രോൾസ് ദ സ്പീഡ് ഓഫ് ദി ഇലക്ട്രോൺസ് ആൻഡ് ഹെൻസ് കളർ ഓഫ് പിക്സൽ. അപ്പോൾ നമ്മൾ കോമൺലി CRT നമ്മൾ പറഞ്ഞു കൺട്രോൾ ഗ്രിഡ് എന്ന കമ്പോണന്റ് ഉണ്ട്. കൺട്രോൾ ഗ്രിഡ് കൺട്രോൾസ് ദ ഇലക്ട്രോൺ ബീം പെനട്രേഷൻ സ്പീഡ്. ഇലക്ട്രോൺ ബീംസിന്റെ ആക്സിലറേഷൻ ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ ഗ്രിഡ് ആണ് ഇൻ ദ കേസ് ഓഫ് CRT. സോ ഇവിടെ എങ്ങനെയാണ്? ബീം ആക്സിലറേഷൻ വോൾട്ടേജ് ആണ് കൺട്രോൾസ് ഇൻ ദ കൺട്രോൾ ഗ്രിഡ്. കൺട്രോൾ ഗ്രിഡിലുള്ള ബീം ആക്സിലറേഷൻ വോൾട്ടേജ് ആണ് കൺട്രോൾ ചെയ്യുന്നത് സ്പീഡ് ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹെൻസ് കളർ ഓഫ് പിക്സൽ. ഓക്കെ, അപ്പൊ സ്പീഡ് ഓഫ് ഇലക്ട്രോൺസ് കൺട്രോൾ ചെയ്യുന്ന ആരാണ്? കൺട്രോൾ ഗ്രിഡിലുള്ള ബീം ആക്സിലറേഷൻ വോൾട്ടേജ് ആൻഡ് ഹെൻസ് കളർ ഓഫ് പിക്സൽ. It is a low cost technique to produce color in random scan monitors. It can display only 4 colors. 4 colors ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഏതൊക്കെയാണ്? റെഡ്, ഗ്രീൻ, RGB, റെഡ്, ഗ്രീൻ, then orange, yellow. These 4 colors ആണ് beam penetration മെത്തേഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്വാളിറ്റി ഓഫ് പിക്ചർ ഈസ് നോട്ട് ഗുഡ് കമ്പയർഡ് ടു അതർ ടെക്നിക്സ്. ഇപ്പോൾ ക്വാളിറ്റി ഓഫ് പിക്ചർ നോക്കുകയാണെങ്കിൽ പിക്ചർ ക്വാളിറ്റി ഈസ് വെരി ലെസ്. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് ബീം പെനട്രേഷൻ ടെക്നിക്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ റാൻഡം സ്കാൻ മോണിറ്റേഴ്സ്. Then here in this technique, inside the CRT there is 2 phosphor coated layers. One is red light, usually red and green. Okay, outer layer is red and inner layer is green phosphor. The color depends on how far the electron speed in a base ചെയ്ത് electron beam ന്റെ സ്പീഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കളർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. beam of fast electron penetrates more. fast electron ആണെങ്കിൽ penetrate more and excite inner green layer, while slow electron excites outer green red layer. Intermediate speed, we produce combination of red green light which emit additional colors orange and yellow, and the beam acceleration voltage in the control grid controls the speed of electrons and hence color of pixel. It is a low-cost technique to produce color in random scan monitors, and here there is 3 colors are produced: red, green, orange and yellow. Quality of picture is not good as compared to other technique. Okay, these are the points. അതിന്റെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നോർമൽ CRT മോണിറ്റർ തന്നെയാണ്. ഡിഫറൻസ് എന്താണ്? അതിന്റെ ഫോസ്ഫർ സ്ക്രീനിൽ റെഡ് ലൈറ്റും ഉണ്ട് ഗ്രീൻ ലൈറ്റും ഉണ്ട്. ഓക്കെ, റെഡ് ലൈറ്റ് ആൻഡ് ഗ്രീൻ ലൈറ്റ്. ഇപ്പോൾ ഗ്രീൻ ലൈറ്റിൽ എന്താണ് ലോ സ്പീഡ് വരുമ്പോൾ പെനട്രേഷൻ സ്പീഡ് ഹൈ ആകുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് ലൈറ്റിൽ നിന്നും പെനട്രേറ്റ് ചെയ്ത്, അതായത് ബീം വന്ന് റെഡ് ലൈറ്റിൽ പെനട്രേറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് ഗ്രീൻ കോട്ടിങ്ങിലോട്ട് പോകും. അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് ഇലക്ട്രോൺ ബീം പെനട്രേറ്റ് ചെയ്യുന്നത്. ഇനി സ്ലോ ഇലക്ട്രോൺസ് വരുമ്പോൾ എന്ത് സംഭവിക്കും? റെഡ് ലൈറ്റിൽ വന്ന് നിന്നിട്ട് റെഡ് ലൈറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ ഇന്റർമീഡിയറ്റ് സ്പീഡ് വരുമ്പോൾ ഇത് രണ്ടിന്റെയും കോമ്പിനേഷൻ പ്രൊഡ്യൂസ് ചെയ്യും, റെഡ് ആൻഡ് ഗ്രീൻ ലൈറ്റ്. സോ ഓറഞ്ചും യെല്ലോയും കളേഴ്സ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത്രേ ഉള്ളൂ ഡിഫറൻസ്. അപ്പൊ നോർമൽ CRTയിൽ നിന്ന് ഡിഫറൻസ് ഇത്രേ ഉള്ളൂ. ഈ ടെക്നിക്കിനെ പറയുന്ന പേരാണ് ബീം പെനട്രേഷൻ ടെക്നിക്. ഓക്കെ, ഇനി ഇതിന്റെ അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഇൻഎക്സ്പെൻസീവ് വേ ടു പ്രൊഡ്യൂസ് കളർ ഇൻ റാൻഡം സ്കാൻ മോണിറ്റേഴ്സ്. ഇൻഎക്സ്പെൻസീവ് ആണ്, കാരണം വേറെ എക്സ്ട്രാ ഒന്നും പറയുന്നില്ല. എക്സ്ട്രാ ജസ്റ്റ് വരുന്നത് ഫോസ്ഫർ കോട്ടിങ്ങിന്റെ കാര്യമേ മാത്രമേ വരുന്നുള്ളൂ. ഫോസ്ഫർ 2 ലെയേഴ്സ് വരുന്നുണ്ട്, റെഡ് ആൻഡ് ഗ്രീൻ. ഓക്കെ, ആ 2 ലെയേഴ്സിന്റെ കാര്യം മാത്രമേ വരുന്നുള്ളൂ, അല്ലാതെ എക്സ്ട്രാ കമ്പോണൻസ് ഒന്നും വരുന്നില്ല. സോ ഇറ്റ് ഈസ് ഇൻഎക്സ്പെൻസീവ്. ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ എന്താണ്? ഓൺലി 4 കളേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ്: റെഡ്, ഗ്രീൻ, ഓറഞ്ച് ആൻഡ് യെല്ലോ. This is one of the main disadvantage in this beam penetration technique. Okay, quality of picture is not good as compared with other method. Okay, that is also another disadvantage. But these are the 2 disadvantages in beam penetration technique. എത്ര ഉള്ളൂ beam penetration technique. ഫോസ്ഫർ കോട്ടിങ്ങിൽ 2 കോട്ടിങ്സ് വരുന്നുണ്ട്, ഗ്രീൻ ആൻഡ് റെഡ്. ബീം ഫാസ്റ്റ് ഇലക്ട്രോൺ ആണെന്നുണ്ടെങ്കിൽ പെനട്രേറ്റ് ചെയ്ത് ഗ്രീൻ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ സ്ലോ ഇലക്ട്രോൺ ആണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? റെഡ് ലൈറ്റിൽ വന്നിട്ട് നിൽക്കും, അപ്പോൾ റെഡ് ലൈറ്റ് എമിറ്റ് ചെയ്യും. സോ ഇന്റർമീഡിയറ്റ് ഇലക്ട്രോൺ ബീം ആണെന്നുണ്ടെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ദിസ് റെഡ് ഗ്രീൻ, സോ പ്രൊഡ്യൂസിങ് ദ കളേഴ്സ് ഓറഞ്ച് ആൻഡ് യെല്ലോ. നെക്സ്റ്റ് ടെക്നിക് ഷാഡോ മാസ്ക് ടെക്നിക്. നെക്സ്റ്റ് എന്താണ്? ഷാഡോ മാസ്ക് ടെക്നിക്കാണ്. ഷാഡോ മാസ്ക് ടെക്നിക്കിലെ കുറച്ച് ഡിഫറൻസ് ഉള്ള ടെക്നിക്കാണ്. നോക്കിയാൽ ഹിയർ there is an electron gun ഉണ്ട്. Then electron gun having 3 beams produce ചെയ്യാൻ സ്ലോട്ട് ഉണ്ട്. That is red green blue produce ചെയ്യാൻ സ്ലോട്ട് ഉണ്ട്. Then this phosphor coating consists of also there is 3 spots: red spot, blue spot and green spot. Okay, the electron beams 3 types beams produce ചെയ്യുന്നുണ്ട്: red, green, blue. ഇലക്ട്രോൺ ഗണ്ണിൽ നിന്ന് 3 types of beams produce ചെയ്യുന്നുണ്ട്: red, green, blue. അതുപോലെ ഫോസ്ഫർ കോട്ടിങ്ങിൽ സ്പോട്സ് എന്ന് പറയുന്നത് 3 സ്പോട്സ് ഉണ്ട്: red spot, blue spot and green spot. Then this is the main difference between shadow mask and beam penetration method. In between these two, electron gun and phosphor coating, there is a shadow mask to produce the beam to corresponding phosphor coat. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ ഗണ്ണിൽ നിന്ന് റെഡ് ലൈറ്റ് ആണ് പോകുന്നത്. ഷാഡോ മാസ്കിലെ ഹോൾസ്, there are different holes in shadow mask, and ഹോൾസ് വഴി അത് റിഫ്ലക്ട് ചെയ്ത് എങ്ങോട്ടാ പോകുന്നത്? ഫോസ്ഫർ കോട്ടിങ്ങിലെ കറസ്പോണ്ടിങ് റെഡ് ലൈറ്റിൽ തന്നെ പോയി നിൽക്കണം. ഓക്കെ, ഇപ്പൊ ഇലക്ട്രോൺ ഗണ്ണിൽ നിന്ന് ഡയറക്ട്ലി സ്പോട്ടിൽ എത്തി നിൽക്കത്തില്ല, അതായത് ഡയറക്ട്ലി ആ കറസ്പോണ്ടിങ് റെഡ് ലൈറ്റിൽ തന്നെ ബീം പോകണം എന്നില്ല.
So in order to arrange that, in order to rearrange to corresponding, in order to get to corresponding path, അപ്പോൾ corresponding pathil എത്തണമെങ്കിൽ using the method ആണ് ഷാഡോ മാസ്ക് ടെക്നിക്. ഓക്കെ, അതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ ബീമിനെ ഗൈഡ് ചെയ്ത് എങ്ങോട്ടേക്ക് എത്തിക്കണം? ഫോസ്ഫർ കോട്ടിങ്ങിന്റെ കറസ്പോണ്ടിങ് സ്പോട്ടിലോട്ട് എത്തിക്കണം. അപ്പൊ ആ കറസ്പോണ്ടിങ് സ്പോട്ടിലോട്ട് എത്തണമെങ്കിൽ there is a need for ഷാഡോ മാസ്ക്. അപ്പൊ ഷാഡോ മാസ്കിലെ ഹോള് വഴി കറസ്പോണ്ടിങ് സ്പോട്ടിലോട്ട് എത്തും. അല്ലാതെ അതായത് ഇപ്പൊ ഷാഡോ മാസ്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺ ഗണ്ണിൽ നിന്ന് പോകുന്ന ബീം ഏതെങ്കിലും ഒരു സ്പോട്ടിലായിരിക്കും എത്തുന്നത്. അത് അങ്ങനെ ചെയ്താൽ എന്താണ് ഇമേജ് ക്വാളിറ്റി വരത്തില്ല, അതുപോലെ കറസ്പോണ്ടിങ് ബീം ആയിരിക്കില്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, കറസ്പോണ്ടിങ് ലൈറ്റ് ആയിരിക്കില്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഷാഡോ മാസ്ക് എന്നൊരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഷാഡോ മാസ്ക് എന്നൊരു ടെക്നിക്ക് യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയാണ്? റെഡ് ലൈറ്റ് കറസ്പോണ്ടിങ് ഹോളിലൂടെ റെഡ് സ്പോട്ടിൽ വന്ന് പതിക്കുന്നു, അതുപോലെ ബ്ലൂ ലൈറ്റ്, അതുപോലെ ഗ്രീൻ ലൈറ്റ്. അപ്പോൾ ഹിയർ പിന്നെ പറയുന്നത് ദ ഇലക്ട്രോൺ ബീംസിന്റെ അറേഞ്ച്മെന്റ്, 2 ടൈപ്സ് ഓഫ് അറേഞ്ച്മെന്റ് ഉണ്ട്. ഇൻലൈൻ അറേഞ്ച്മെന്റ് ആൻഡ് ഡെൽറ്റ അറേഞ്ച്മെന്റ്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇൻലൈൻ അറേഞ്ച്മെന്റ് ആൻഡ് delta arrangement. Delta arrangement is otherwise called triangular arrangement. Delta arrangement നെ പറയുന്ന പേരാണ് ട്രയാങ്കുലർ അറേഞ്ച്മെന്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കാണിച്ചിരിക്കുന്ന ഡെൽറ്റ അറേഞ്ച്മെന്റ് ആണ്. ദാറ്റ് ഈസ് ട്രയാങ്കുലർ, അതായത് ഇലക്ട്രോൺ ബീം എന്ന് പറയുന്ന ട്രയാങ്കുലർ മോഡലിലായിരിക്കും. റെഡ്, ബ്ലൂ, ഗ്രീൻ, RGB. കളേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ബീം എന്ന് പറയുന്നത് RGB. ഇങ്ങനെ ട്രയാങ്കുലർ മെത്തേഡിലായിരിക്കും അത് അറേഞ്ച് ചെയ്യുന്നത്. അതുപോലെ ഫോസ്ഫർ സ്പോട്ടിലും അതിന്റെ ബീം വന്ന് നിൽക്കുന്നത് ട്രയാങ്കുലർ മാനറിലായിരിക്കും. അതാണ് ഈ ഡെൽറ്റ അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ട്രയാങ്കുലർ അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ട്രയാഡ്സ് എന്നും പറയാറുണ്ട്. ഇനി ഇൻലൈൻ അറേഞ്ച്മെന്റ് ആണെങ്കിൽ ഇലക്ട്രോൺ ബീം എങ്ങനെയായിരിക്കും? ലീനിയർ ഫാഷനിലായിരിക്കും. റെഡ്, ഗ്രീൻ, ബ്ലൂ ഈ ഒരു പാറ്റേണിലായിരിക്കും എന്താണ് അറേഞ്ച്മെന്റ് വരുന്നത്, റെഡ്, ഗ്രീൻ, ബ്ലൂ. അപ്പോൾ അവിടെ ഫോസ്ഫർ സ്പോട്ടിൽ എത്തുന്നതും ഈ ഒരു അറേഞ്ച്മെന്റിലായിരിക്കും പോകുന്നത്. ഓക്കെ, അതാണ് ഇൻലൈൻ അറേഞ്ച്മെന്റ്. ഇപ്പൊ 2 ടൈപ്സ് ഓഫ് അറേഞ്ച്മെന്റ്സ് ഉണ്ട് ഏതില്? ഇലക്ട്രോൺ ബീമില്. ഇത്രയാണ് മെയിൻ കോൺസെപ്റ്റ് ഷാഡോ മാസ്ക് CRT. ഇപ്പൊ ബീം പെനട്രേഷന് ഡിഫറൻസ് വരുന്നുണ്ട്, കാരണം there is 3 ബീംസ്, അതായത് ഇലക്ട്രോൺ ഗൺ ഹാവിംഗ് 3 ഇലക്ട്രോൺ ബീംസ്, റെഡ്, ഗ്രീൻ, ബ്ലൂ. അതുപോലെ ഫോസ്ഫർ കോട്ടിങ്സ് ഹാവിംഗ് 3 സ്പോട്ട്സ്, റെഡ് സ്പോട്ട്, ബ്ലൂ സ്പോട്ട് ആൻഡ് ഗ്രീൻ സ്പോട്ട്. അത് ഓർത്ത് വെച്ചേക്കുക. Then there is a shadow mask in between this. Shadow mask guide the electron beam to the corresponding phosphor spot. Okay, ഇത്രയാണ് മെയിൻ കൺസെപ്റ്റ് വരുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുപോലെ ഷാഡോ മാസ്ക് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമേജ് റെഡ്, ഗ്രീൻ, ബ്ലൂ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അതിന്റെ പെനട്രേഷൻ സ്പീഡ് അനുസരിച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോമ്പിനേഷൻ ഓഫ് ദീസ് കളേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. കോമ്പിനേഷൻ ഓഫ് റെഡ്, ഗ്രീൻ, ബ്ലൂ കളേഴ്സ്, സെക്കൻഡറി കളേഴ്സ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ there are different colors are obtained in this technique, shadow mask technique. So this technique is used in commonly used LCD monitors, TV, etc. Okay, printers. അപ്പൊ ഇത് ഏത് സിസ്റ്റത്തിൽ വരുന്നതായിരിക്കും? It is under raster scan system. Okay, raster scan സിസ്റ്റത്തിൽ വരുന്നതായിരിക്കും ഈ ഷാഡോ മാസ്ക് ടെക്നിക്. കാരണം റാൻഡമിലല്ല, ഡിഫറെന്റ് കളേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പെനട്രേഷൻ അനുസരിച്ച് കോമ്പിനേഷൻ ഓഫ് പ്രൈമറി കളേഴ്സ് കോമ്പിനേഷൻസ് എല്ലാം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ റാസ്റ്റർ സ്കാൻ ബേസ് ചെയ്തിട്ടാണ് ഇതിന്റെ വർക്കിംഗ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത് യൂസ്ഡ് ഇൻ റാസ്റ്റർ സ്കാൻ സിസ്റ്റംസ്. നോക്കാം, പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ്. ഇറ്റ് പ്രൊഡ്യൂസസ് വൈഡ് റേഞ്ച് ഓഫ് കളേഴ്സ് ആസ് കമ്പയർഡ് ടു ബീം പെനട്രേഷൻ ടെക്നിക്. ഫസ്റ്റ് പോയിന്റ്, വൈഡ് റേഞ്ച് ഓഫ് കളേഴ്സ്. Then this technique is generally used in raster scan displays. Raster scan displaysലാണ് യൂസ് ചെയ്യുന്നത്, including color TV. In this technique, CRT has 3 phosphor color dots at each pixel position. ഒരു പിക്സൽ പൊസിഷനിലും 3 phosphor coated dots, color dots വരുന്നുണ്ട്. 1 dot for red, 1 for green and 1 for blue light. This is commonly called dot triangle. അപ്പൊ ഇതിനെ പറയുന്ന പേരെന്താണ്? ഡോട്ട് ട്രയാങ്കിൾ എന്നാണ് ഇതിനെ പറയുന്നത്. Here in CRT there are 3 electron guns present. So 3 electron guns ഉണ്ട്, 1 for each color dot, and a shadow mask grid just behind the phosphor coated screen. The shadow mask grid consists of series of holes are aligned with the phosphor dot pattern. 3 electron beams are deflected and focused as a group onto the shadow mask, and when they pass through a hole they excite a dot triangle.
അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ 3 ഇലക്ട്രോൺ ബീംസ് എന്താ ചെയ്യണേ, ഡിഫ്ലക്റ്റഡ് ആൻഡ് പാസ് ത്രൂ ദ ഹോൾ വഴി പാസ് ചെയ്യും. കറസ്പോണ്ടിങ് ഡോട്ട് ട്രയാങ്കിൾ ഫോംഡ് ഇൻ ഫോസ്ഫർ കോട്ടഡ് സ്ക്രീൻ. ഫോസ്ഫർ കോട്ടഡ് സ്ക്രീനിൽ കറസ്പോണ്ടിങ് ഡോട്ട് ട്രയാങ്കിൾ ഫോം ചെയ്യും. അതാണ് ഇവിടുത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇനി ഇൻ ഡോട്ട് ട്രയാങ്കിൾ 3 ഫോസ്ഫർ ഡോട്ട്സ് ആർ അറേഞ്ച്ഡ്. അപ്പൊ ഡോട്ട് ട്രയാങ്കിളിലും ഇതേപോലെ 3 ഫോസ്ഫർ ഡോട്ട്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈച്ച് ഇലക്ട്രോൺ ബീം ക്യാൻ ആക്ടിവേറ്റ് ഓൺലി ഇറ്റ്സ് കറസ്പോണ്ടിങ് കളർ ഡോട്ട് വെൻ ഇറ്റ് പാസസ് ത്രൂ ദ ഷാഡോ മാസ്ക്. അപ്പൊ കറസ്പോണ്ടിങ് കളർ ഡോട്ടിലോട്ട് പാസ് ചെയ്യണമെങ്കിൽ ഇവിടെ എന്താണ് 3 ഫോസ്ഫർ ഡോട്ട്സിലും here 3 phosphor dots are arranged so that each electron beam can activate only its corresponding color dot when it passes through the shadow mask. A dot triangle when activated appears as a small dot on the screen which has color of combination of 3 small dots in the dot triangle. By changing the intensity of the 3 electron beams, we can obtain different colors in the shadow mask CRT. The shadow mask CRT we have to change the intensity of the beam. Beam intensity change ചെയ്യുന്നതനുസരിച്ച് we have to obtain different colors. അപ്പോൾ different colors of light obtain ചെയ്യുന്നുണ്ട്. Red, green, blue, 3 colors. അപ്പോൾ red, green, blue colors obtain ചെയ്യുന്നുണ്ട്. പിന്നെ intensity levels അത് ഞാൻ പറഞ്ഞു PPT-യിൽ ഇട്ടിട്ടില്ല. അതിന്റെ കളർ intensity level ബേസ് ചെയ്ത് കളർ ചേഞ്ച്. ഇപ്പൊ റെഡ്, ഗ്രീൻ, ബ്ലൂ, red color, green color, blue color. Intensity levels are equal. Equal intensity ആണെങ്കിൽ ഏത് ലൈറ്റ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്? വൈറ്റ് ലൈറ്റ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. വൈറ്റ് ലൈറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്റൻസിറ്റി ഓഫ് ദീസ് 3 കളേഴ്സ് ആർ സെയിം ആണെന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസ് ദ വൈറ്റ് ലൈറ്റ്. അതുപോലെ ഇന്റൻസിറ്റീസ് ഓഫ് ദീസ് 3 കളേഴ്സ് ആർ 0. These 3 അതായത് റെഡ് ലൈറ്റ്, ഗ്രീൻ ലൈറ്റ്, ബ്ലൂ ലൈറ്റ് ഇന്റൻസിറ്റി ലെവൽ 0 ആണെന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസ് ദ ബ്ലാക്ക് ലൈറ്റ്. ബ്ലാക്ക് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബ്ലാക്ക് ലൈറ്റ്. ഇനി കോമ്പിനേഷൻ വരും റെഡ്, ഗ്രീൻ, ബ്ലൂ. അപ്പോൾ റെഡ് പ്ലസ് ഗ്രീൻ, റെഡ് ഗ്രീൻ ഇന്റൻസിറ്റി ഹൈ ആണ്, ബ്ലൂ ഇന്റൻസിറ്റി ലോ ആണ്. അതായത് ബ്ലൂ ഇന്റൻസിറ്റി വാല്യൂ 0 ആയിരിക്കും, റെഡ് ഇന്റൻസിറ്റി വാല്യൂ 1 ആയിരിക്കും. അങ്ങനെ ഒരു കേസ് ആണെങ്കിൽ ഏത് കളർ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്? യെല്ലോ കളർ. ഓക്കെ, യെല്ലോ കളർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി കോമ്പിനേഷൻ ഓഫ് റെഡ് ആൻഡ് ബ്ലൂ, റെഡ് ആൻഡ് ബ്ലൂ ഇന്റൻസിറ്റി ഹൈ, ഗ്രീൻ കളർ ഇന്റൻസിറ്റി ലോ. അങ്ങനെയാണെങ്കിൽ മെജന്ത കളർ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി കോമ്പിനേഷൻ ഓഫ് ബ്ലൂ ആൻഡ് ഗ്രീൻ കളർ, ബ്ലൂ ആൻഡ് ഗ്രീൻ, intensity of red color is low, 0. So cyan color is produced. Cyan. Okay. These are the 8 possible colors produce ചെയ്യുന്നുണ്ട് നോർമൽ കേസിൽ. ഇപ്പൊ ജനറലി ഇപ്പോൾ പ്രൈമറി കളേഴ്സ് RGB, ദെൻ അതിന്റെ എക്സ്ട്രാ കളേഴ്സ് ആയിട്ടുള്ള എന്താണ് മൂന്നിനും ഇന്റൻസിറ്റി സെയിം ആണെങ്കിൽ വൈറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ ഇന്റൻസിറ്റി മൂന്നിനും 0 ആണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ലൈറ്റ്. ദെൻ കോമ്പിനേഷൻ വരുമ്പോൾ റെഡ് ഗ്രീൻ കോമ്പിനേഷൻ വരുമ്പോൾ യെല്ലോ ലൈറ്റ്, റെഡ് ബ്ലൂ കോമ്പിനേഷൻ വരുമ്പോൾ മജന്ത, ബ്ലൂ ഗ്രീൻ വരുമ്പോൾ സിയാൻ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ടോട്ടലി 8 കളേഴ്സ് ആണ് നോർമൽ പെനട്രേഷൻ അനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇന്റൻസിറ്റി ലെവൽ അനുസരിച്ച് ഈ ഒരു 8 കളേഴ്സ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ബീം പെനട്രേഷൻ മെത്തേഡിൽ ഓൺലി 4 കളേഴ്സേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ ഇന്റൻസിറ്റി ലെവൽ അനുസരിച്ചിട്ട്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് 8 കളേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 8 കളേഴ്സ് പ്ലസ് ഇന്റൻസിറ്റി ഇന്റർമീഡിയറ്റ് ഇന്റൻസിറ്റി ലെവൽ ആണെന്നുണ്ടെങ്കിൽ several million different colors to be generated. Okay, അപ്പൊ ഇതിന്റെ കോമ്പിനേഷൻ അനുസരിച്ച് ഇന്റൻസിറ്റി ലെവൽ മാറി വന്നിട്ട് several million colors, intermediate colors എല്ലാം ജനറേറ്റ് ചെയ്യും in the shadow mask technique. Okay, ഇനി ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ RGB കളർ സിസ്റ്റം വിത്ത് 24 bits of storage per pixel. അപ്പൊ പെർ പിക്സൽ, സിംഗിൾ പിക്സലില് 24 bits of സ്റ്റോറേജ് ആണെന്നുണ്ടെങ്കിൽ, സിംഗിൾ പിക്സലില് 24 bits per pixel RGB കളർ സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ഫുൾ കളർ സിസ്റ്റം അല്ലെങ്കിൽ ട്രൂ കളർ സിസ്റ്റം എന്ന് പറയും. RGB കളർ സിസ്റ്റം വിത്ത് 24 bits of സ്റ്റോറേജ് പെർ പിക്സൽ. അപ്പൊ 24 bits of സ്റ്റോറേജ് ചെയ്യുന്നുണ്ട്, അതായത് 24 bits of സ്റ്റോറേജ് പെർ പിക്സൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ we say that it is called a true color system. എന്താണ്? ട്രൂ കളർ സിസ്റ്റം അല്ലെങ്കിൽ ട്രൂ കളർ
സിസ്റ്റം അല്ലെങ്കിൽ ഫുൾ കളർ സിസ്റ്റം എന്ന് പറയും. ഫുൾ കളർ സിസ്റ്റം. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ഞാൻ അതിൽ PPT വെച്ചിട്ടില്ല. ഇത്രയാണ് ഷാഡോ മാസ്ക് ടെക്നിക്കിൽ വരുന്നത്. ഇനിയിപ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ടെക്സ്റ്റ് നോക്കിയാൽ മതി, അതിലുണ്ട്. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ബീം പെനട്രേഷൻ റിയലിസ്റ്റിക് ഇമേജിന് യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. സോ ഹിയർ പ്രൊഡ്യൂസ് റിയലിസ്റ്റിക് ഇമേജ്. റിയലിസ്റ്റിക് ഇമേജ് പ്രൊഡ്യൂസ് റിയലിസ്റ്റിക് ഇമേജ് പ്രൊഡക്ഷന് യൂസ് ചെയ്യാം. ഫസ്റ്റ് അഡ്വാൻറ്റേജ്. സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മില്യൺ ഡിഫറെന്റ് കളേഴ്സ് ടു ബി ജനറേറ്റഡ് അല്ലെ. ഇപ്പോൾ പെനട്രേഷൻ ടെക്നിക്കിൽ ഓൺലി 4 colors ആർ ജനറേറ്റഡ്. So in shadow mask technique, million different colors to be generated. Million different colors to be generated. Then here shadow scenes are possible. Shadow mask വെക്കുന്നുണ്ട്. So shadow scenes are possible in this shadow mask technique. ഇനി ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ലോ റെസൊല്യൂഷൻ സിസ്റ്റംസ്. ലോ റെസൊല്യൂഷൻ സിസ്റ്റംസിലായിരിക്കും ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ എക്സ്പെൻസീവ് ആണ്, അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. എക്സ്പെൻസീവ് ആണ് കാരണം ഇവിടെ ഷാഡോ മാസ്ക് ടെക്നിക്സ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. സോ ഹിയർ ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. ലോ റെസൊല്യൂഷനിലാണ് യൂസ് ചെയ്യുന്നത്. ഓൾസോ ഇറ്റ് ഈസ് എക്സ്പെൻസീവും ആണ്. ദീസ് ആർ ദ മെയിൻ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഷാഡോ മാസ്ക് ടെക്നിക്. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയാണ് മെയിൻ കൺസെപ്റ്റ് ഷാഡോ മാസ്ക് ടെക്നിക്ക്. അപ്പോൾ ഈ ഷാഡോ മാസ്ക് ടെക്നിക്കൊക്കെ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഷാഡോ മാസ്ക് ടെക്നിക്ക്, റാൻഡം സ്കാൻ ഡിസ്പ്ലേ, റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ സ്ഥിരം കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഷാഡോ മാസ്ക് ടെക്നിക്ക് മനസ്സിലായല്ലോ. Here is an electron gun. It consists of 3 main beams, red, blue and green, and phosphor coatings. It also consists of 3 spots in each pixel. അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ട് ആണ്. In each pixel, ഒരു പിക്സൽ ജനറേറ്റ് ചെയ്യാൻ ഈ 3 phosphor coatings ഉണ്ട്. അപ്പോൾ ഒരു പിക്ചറിൽ തന്നെ റെഡ്, ബ്ലൂ, ഗ്രീൻ ഫോസ്ഫർ കോട്ടിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഏത് കളർ വേണമെന്ന് ചൂസ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദിസ് സെലക്ഷൻ ഓഫ് ഷാഡോ മാസ്ക്. ഷാഡോ മാസ്ക് എങ്ങനെ സെലക്ട് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇപ്പോൾ ഇലക്ട്രോൺ ഗണ്ണിൽ നിന്ന് വരുന്നത് ഇപ്പോൾ ഗ്രീൻ ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഷാഡോ മാസ്ക് വഴി കറസ്പോണ്ടിങ് ഗ്രീൻ ലൈറ്റ് ആ ഹോള് വഴി പാസ് ചെയ്ത് ഫോസ്ഫർ സ്പോട്ടിൽ ഗ്രീൻ ലൈറ്റിലോട്ട് പ്ലോട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഗ്രീൻ ലൈറ്റ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ ദ കേസ് പെനട്രേഷൻ പവർ ഹൈ സ്പീഡ് ബീം വരുന്നുണ്ട്. റെഡ് ലൈറ്റ് ഇലക്ട്രോൺ ഗണ്ണിൽ നിന്ന് റെഡ് ലൈറ്റ് വരുന്നുണ്ട്. കറസ്പോണ്ടിങ് സ്പോട്ടിൽ റെഡ് ലൈറ്റ് സ്പോട്ട് ചെയ്യും. പിന്നെ കോമ്പിനേഷൻ വരുമ്പോൾ ഇപ്പോൾ ഇന്റൻസിറ്റി ലെവല് 3നും 0 ആണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ലൈറ്റ് ഫോസ്ഫർ കോട്ടിംഗ് സ്ക്രീനിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ ഇന്റൻസിറ്റി ലെവല് ഹൈ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇന്റൻസിറ്റി ലെവൽ ഇല്ല എന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഇന്റൻസിറ്റി ലെവൽ ഹൈ ആണെന്നുണ്ടെങ്കിൽ വൈറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി റെഡ് ഗ്രീൻ ഹൈ, റെഡ് ഗ്രീൻ കോമ്പിനേഷൻ ഉണ്ട് എങ്കിൽ യെല്ലോ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. റെഡ് ബ്ലൂ കോമ്പിനേഷൻ ആണെങ്കിൽ മെജന്ത, ബ്ലൂ ഗ്രീൻ ആണെങ്കിൽ സ്യാൻ. ഓക്കെ, ഇതൊക്കെ പറഞ്ഞതാണ്. പിന്നെ പറയുന്ന അറേഞ്ച്മെന്റിന്റെ കേസാണ്. 2 type ഓഫ് അറേഞ്ച്മെന്റ്, ഇൻലൈൻ ആൻഡ് ഡെൽറ്റ അറേഞ്ച്മെന്റ്. ഇൻലൈൻ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ലീനിയർ അറേഞ്ച്മെന്റ്. റെഡ്, ഗ്രീൻ, ബ്ലൂ ബീംസ് ആർ അറേഞ്ച്ഡ് ഇൻ ലീനിയർ പാഷൻ. അതുപോലെ ഡെൽറ്റ പാഷൻ എന്ന് പറയുന്നത് ട്രയാങ്കുലർ പാഷൻ ആണ്. റെഡ്, ഗ്രീൻ, ബ്ലൂ ആർ അറേഞ്ച്ഡ് ഇൻ ട്രയാങ്കുലർ മാനർ. ട്രയാങ്കുലർ മാനറിലായിരിക്കും റെഡ്, ഗ്രീൻ, ബ്ലൂ അറേഞ്ച്മെന്റ് വരുന്നത്. ഓക്കെ, പിന്നെ ഇതിനെ പറയുന്ന ഒരു പേരാണ് ഡോട്ട് ട്രയാങ്കിൾ. 1 dot for red, 1 for green and 1 for blue light. 1 dot for red, 1 for green and 1 for blue light. This is commonly known as dot triangle. ഇതിനെ പറയുന്നതാണ് ഡോട്ട് ട്രയാങ്കിൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചേ. അഖിൽ, ഹലോ, കേൾക്കാമോ നിങ്ങൾക്ക്? ജസ്ന, ഉണ്ടോ? ജസ്ന ഓക്കെയാണ്. ഓക്കെ, ജസ്ന, ബീം പെനട്രേഷൻ ടെക്നിക്ക് എന്താണ് ഒന്ന് പറഞ്ഞേ.
അത് റാൻഡം സ്കാൻ മോണിറ്റർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതില് പിന്നെ ആ ടെക്നിക്കലി യൂസ് ചെയ്യുന്നത് CRT കോട്ടഡിലുള്ള 2 ഫിസിക്കൽ ലെയേഴ്സ് ആണുള്ളത്. അത് റെഡും ഗ്രീനും ആയിരിക്കും. പിന്നെ അതിന്റെ ഔട്ടർ ലെയർ എന്ന് പറഞ്ഞാല് പിന്നെ റെഡ് കളറും ഉണ്ടാവും. അതിന്റെ ഇന്നർ ലെയർ ആയിട്ട് വരുന്നത് ഗ്രീൻ കളറുള്ള ഒരു ഫോസ്ഫർ ആയിരിക്കും. പിന്നെ അതിൽ ഇലക്ട്രോൺ ബീംസ് പെനിട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇമ്പോർട്ടന്റ്. പിന്നെന്താ, പെനിട്രേഷൻ സ്പീഡ് അനുസരിച്ചിട്ട് based on speed of electron. എന്ത് മിസ്? പെനിട്രേഷൻ സ്പീഡിനെ ബേസ് ചെയ്തിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹൈ പെനിട്രേഷൻ സ്പീഡ് ആണെങ്കിൽ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും? പറഞ്ഞോ. ഹൈലി പെനിട്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഗ്രീൻ ലൈറ്റ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് റെഡ് ലൈറ്റിൽ നിന്നും കടന്ന് ഗ്രീൻ ലൈറ്റിലോട്ട് എമിറ്റ് ചെയ്യും. സ്ലോ ഇലക്ട്രോൺ ആണ്, പെനിട്രേഷൻ പവർ കുറവാണെങ്കിൽ റെഡ് ലൈറ്റ്, അതായത് റെഡ് ലൈറ്റ് വരെ നിന്നിട്ട് റെഡ് ലൈറ്റ് ആയിരിക്കും എമിറ്റ് ചെയ്യുന്നത്. ഇന്റർമീഡിയറ്റ് ഇലക്ട്രോൺ ബീം ആണെന്നുണ്ടെങ്കിൽ രണ്ടിന്റെയും കോമ്പിനേഷൻ, ഓറഞ്ചും യെല്ലോയും ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അല്ലെ, എത്ര കളേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും ബീം പെനിട്രേഷൻ? അഞ്ജലി പറഞ്ഞു. മിസ്, റെഡ്, ഗ്രീന്, ഓറഞ്ച്, യെല്ലോ. 4 കളേഴ്സ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? അഡ്വാൻറ്റേജ് ക്വാളിറ്റി ലോ ആയിരിക്കും, ലോ ക്വാളിറ്റി. കാരണം കളേഴ്സ് 4 പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ എക്സ്പെൻസീവ് ആണോ ഇൻഎക്സ്പെൻസീവ് ആണോ? ലോ കോസ്റ്റ്, ഇൻഎക്സ്പെൻസീവ് ആണ്. ഇനി ഷാഡോ മാസ് ടെക്നിക്ക് ആര് പറയും? ഷാഡോ മാസ് ടെക്നിക്ക്. അതുലുണ്ടോ? അതുൽ. അനുഗ്രഹ്. അനുഗ്രഹം ഉണ്ടോ? അഞ്ജിത. ദേവിക പറഞ്ഞു. ഷാഡോ മാസ് ടെക്നിക്ക്. ഹലോ ദേവിക. മിസ്, ഷാഡോ മാസ്ക് മനസ്സിലായോ? അതില് 2 ടൈപ്പാണ്. ഇൻലൈനും ഡെൽറ്റ എന്നും പറഞ്ഞിട്ടുണ്ടാവുക. 2 ടൈപ്പ് എന്തോ ആണ്? അറേഞ്ച്മെന്റ്. അറേഞ്ച്മെന്റ് ആണ്. എന്തിന്റെ അറേഞ്ച്മെന്റ്? മറ്റേ ഗണ്ണിന്റെ ആണോ? കണ്ണിന്റെ ആണോന്നോ? RGBന്റെ. ഫസ്റ്റ് പറയേണ്ടത് ഇലക്ട്രോൺ ഗണ്ണില് എത്ര ടൈപ്സ് ബീംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു പറയണം. 3. 3 ടൈപ്പ് ഓഫ് ബീംസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. റെഡ്, ഗ്രീന്, ബ്ലൂ. ഇനി അതിന്റെ അറേഞ്ച്മെന്റ് ആണ് അടുത്ത് പറയേണ്ടത്. അതാണ് ഇൻലൈൻ അറേഞ്ച്മെന്റ്, ഡെൽറ്റ അറേഞ്ച്മെന്റ്. ഡെൽറ്റയില് ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കും. ഇൻലൈൻ എന്ന് പറയുമ്പം ലീനിയർ ആയിട്ടായിരിക്കും. ഇനി അതില് ഇമേജ് എങ്ങനെ ഫോം ചെയ്യുന്നത്? അല്ലെങ്കിൽ സെയിം ഇന്റൻസിറ്റിയിൽ വൈറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഇന്റൻസിറ്റി ലെവല് 0 ആണെങ്കിൽ ബ്ലാക്ക് ലൈറ്റ് ആയിരിക്കും. പിന്നെ മെജന്ത കോമ്പിനേഷൻ. ഇനി വാട്ട് ഈസ് ദി യൂസ് ഓഫ് ഷാഡോ മാസ്ക്? ഷാഡോ മാസ്കിന്റെ യൂസ് എന്താണ്?
മനസ്സിലായില്ല? ഇലക്ട്രോൺ ഗണ്ണിൽ നിന്ന് വരുന്ന ബീംസ് കറക്റ്റ് സ്പോട്ടിൽ എത്തണം അല്ലേ? ഫോസ്ഫർ കോട്ടിങ്ങിന് കറക്റ്റ് സ്പോട്ടിൽ എത്തണം. അതിന് വേണ്ടിയിട്ട് ഗൈഡ് ചെയ്യുന്നതാണ് ഷാഡോ മാസ്ക്. ഷാഡോ മാസ്കിൽ കുറെ ഹോൾസ് ഉണ്ട്. അപ്പോൾ ആ ഹോൾസ് വഴി കറക്റ്റ് ഫോസ്ഫർ കോട്ടിങ്ങിൽ കറക്റ്റ് സ്പോട്ടിലായിരിക്കും എത്തുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഷാഡോ മാസ്ക് യൂസ് ചെയ്യുന്നത്. ലോട്ട് എത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം അത് നോട്ട് ചെയ്ത് വയ്ക്കാം. പിന്നെ എന്താണ്, പിന്നെ അതിന്റെ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, അഡ്വാൻറ്റേജ് ഉണ്ട്. അറിയാലോ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡിഫറെന്റ് കളേഴ്സ്, മില്യൺസ് ഓഫ് കളേഴ്സ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഈ എക്സ്പെൻസീവ് ആണ്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ എക്സ്പെൻസീവ് ആണ്. ഓക്കെ, ദീസ് ആർ ഓൾ ദ ഡിഫറെന്റ് ടെക്നിക്സ്. ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അറ്റൻഡൻസ് നോക്കാമേ. ഓക്കെ, ശരി, അടുത്തവർ കാണാം. ഞാൻ അറ്റൻഡൻസ് നോട്ട് ചെയ്തിട്ടുണ്ട്. ശരി, താങ്ക് യു. ഓക്കെ, താങ്ക് യു.